ശംഖുപുഷ്പത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. ശംഖുപുഷ്പം വീടുകളിൽ നിൽക്കുന്നത് പോലും വളരെ വിശേഷം തന്നെയാണ്. പ്രത്യേകിച്ചും ഈശ്വരാധീനമുള്ള വീടുകളിൽ അല്ലെങ്കിൽ ഈശ്വര ചൈതന്യമുള്ള ഭൂമിയിലാണ് ശംഖുപുഷ്പം വിടരുക അല്ലെങ്കിൽ വളർന്നു വരിക. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ ശംഖുപുഷ്പമുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാവുന്നതുമാണ്. ഏവരുടെയും ജീവിതത്തിൽ പല തരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കും. ചിലർക്ക് ശനിദോഷവുമായി ബന്ധപ്പെട്ട് വളരെ ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. എന്നാൽ അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായ ശനിദോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ വീടുകളിൽ ശംഖുപുഷ്പമുണ്ട് എങ്കിൽ ഈ പരിഹാരം ആർക്കും വീടുകളിൽ ചെയ്യുവാൻ സാധിക്കും. ശനിയാഴ്ച ദിവസം ശനിദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്നതായ ഒരു ദിവസമാകുന്നു. അഥവാ ശനി പ്രീതി വരുത്തുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ്. അതിനാൽ ഇന്നേ ദിവസം ശംഖുപുഷ്പം ശനിദേവന് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. വിളക്ക് തെളിയിച്ചതിന് ശേഷം ശനിദേവന് ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശനി മന്ത്രങ്ങൾ ജപിക്കുന്നതും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ സഹായകരമായി തീരും. എന്നാൽ വീടിന്റെ പുറത്ത് വെച്ച് ശനി മന്ത്രങ്ങൾ ജപിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രമിക്കണം. ഒരിക്കലും വീടിന്റെ അകത്ത് വെച്ച് ശനി മന്ത്രങ്ങൾ ജപിക്കുവാൻ പാടില്ല എന്ന കാര്യവും ഓർക്കണം. കൂടാതെ അടുത്തുള്ള ശാസ്താ ക്ഷേത്രത്തിലോ മഹാദേവ ക്ഷേത്രത്തിലോ ശനിയാഴ്ച ദിവസങ്ങളിൽ ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതീവ ശുഭകരമാണ്. പ്രത്യേകിച്ചും ശനിദോഷവുമായി ബന്ധപ്പെട്ട കാഠിന്യം അഥവാ ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ സഹായകരമായി തീരും. ഏവർക്കും ചെയ്യുവാൻ സാധിക്കുന്നതായ ഈ കാര്യം നിങ്ങൾ തീർച്ചയായും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് ശനി പ്രീതി വരുത്തുവാൻ ഏറ്റവും സഹായകരമായ കാര്യമാണ്. ഈ ലളിതമായ കാര്യം ഏവരും ചെയ്യുക.